ദൂരെ നിന്നും ഒരു പട്ടം പറന്നുവരുന്നു. പാരച്യൂട്ടിൽ എന്നതുപോലെ ഒരാളും അതിൽ തൂങ്ങി നിൽപ്പുണ്ട്. തമിഴ്നാട് തൂത്തുക്കുടി സ്വദേശിയായ ജ്യോതി ബസുവാണ് ആ കൈറ്റ് യാത്രികൻ. പയ്യാമ്പലം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കൈറ്റ് സർഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലായിരുന്നു ഈ കൈറ്റ് സർഫിംഗ്. രാജ്യത്ത് കൈറ്റ് സർഫിംഗ് മേഖലയിൽ ആകെ 5 പരിശീലന കേന്ദ്രങ്ങളാണ് ഉള്ളത്. ഇതിൽ 2 ഗോവയിലാണ്. രാമേശ്വരം, തൂത്തുക്കുടി എന്നിവിടങ്ങളിലാണ് മറ്റ് 2 പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ ഏക പരിശീലന കേന്ദ്രം പയ്യാമ്പലമാണ്. വിദേശികൾ ഉൾപ്പെടെയാണ് കണ്ണൂരിൽ പരിശീലനത്തിനായി എത്തുന്നത്. പയ്യാമ്പലം സ്വദേശിയായ CH രാജേഷിന്റെ നേതൃത്വത്തിലാണ് കൈറ്റ് സർഫ് ഇന്ത്യ പയ്യാമ്പലത്ത് പ്രവർത്തിക്കുന്നത്. രാജേഷും ജ്യോതി ബസുവാണ് പരിശീലകർ. ഇരുവരും ഈ വിഭാഗത്തിലെ ദേശീയ ചാമ്പ്യന്മാർ കൂടിയാണ്. അടുത്ത വർഷം ഏപ്രിൽ കന്യാകുമാരി മുതൽ ശ്രീലങ്ക വരെ കൈറ്റ് സവാരി, ക്രോസ് കൺട്രിയും ഇവർ ഒരുക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ചാൽ ബീച്ചിൽ നിന്ന് പയ്യാമ്പലത്തേക്ക് കൈറ്റ് സർഫിംഗ് ഒരുക്കിയതെന്ന് CH രാജേഷ് പറഞ്ഞു. 12 കിലോമീറ്റർ ദൂരം 30 മിനിറ്റ് കൊണ്ടാണ് താണ്ടിയത്. ഇന്ന് നല്ല വിൻഡുണ്ടായി, ഒരു 3 മണിക്കൂർ നല്ല വിൻഡുണ്ടായി. അതിനനുസരിച്ച് ഞങ്ങളൊരു കൈറ്റ് സഫാരി എന്നുള്ളൊരു പ്രോഗ്രാം നമ്മൾ ഓർഗനൈസ് ചെയ്തിരുന്നു. അതായത് 2:45 നമ്മൾ ചാൽ ബീച്ചിൽ നിന്ന് കൈറ്റ് ലോഞ്ച് ചെയ്തിട്ട് കടൽ മാർഗം, ഉൾക്കടൽ മാർഗം പയ്യാമ്പലം ബീച്ചിൽ, പയ്യാമ്പലം എൻട്രൻസിൽ ഫിനിഷിംഗ് പോയിന്റ് ആക്കിയിട്ട് വളരെ സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു. പെട്ടെന്ന് കാറ്റിൻ്റെ ദിശ കുറഞ്ഞ കാരണം കുറച്ച് സ്ലോ ആയി. എങ്കിൽ കൂടെ ഒരു 30 മിനിറ്റിൽ ഞങ്ങൾ ചാൽ ബീച്ചിൽ നിന്ന് പയ്യാമ്പലം വരെ 12 കിലോമീറ്റർ കടലിൽ കൂടെ യാത്ര ചെയ്തു. കൈറ്റ് സർഫിംഗ് ചെയ്തുകൊണ്ട് പയ്യാമ്പലം ഫിനിഷ് ചെയ്യാൻ പറ്റി. അതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഈ മാസം 24th ഒരു നല്ലൊരു വിൻഡ് കാണിക്കുന്നുണ്ട് വെതർ കണ്ടീഷനിൽ. അന്ന് ഞങ്ങൾ വലിയപറമ്പ് പഞ്ചായത്ത്, അത് കാസർഗോഡ് ജില്ലയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പയ്യാമ്പലം ബീച്ചിൽ ഫിനിഷ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അതിനുശേഷം ഞങ്ങൾ നെക്സ്റ്റ് നവംബർ 22 ആ ലെവലിൽ നല്ല വിൻഡ് കിട്ടുന്നുണ്ട്. അതിന് ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം കൊച്ചിൻ വരെ പോകേണ്ട ഒരു പ്ലാനിലാണ് ഉള്ളത് നവംബറിലുള്ള വിൻഡിന്. ഓക്കെ, അതൊരു കൈറ്റ് സഫാരിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ട്രെയിനിങ് പ്രോഗ്രാമായിട്ടാണ് നമ്മളിത് കൊണ്ടുചെയ്യുന്നത്. അപ്പം ഈ ഏപ്രിൽ മെയ്യിൽ ഞങ്ങൾ ഒരു ക്രോസ് കൺട്രി തന്നെ ചെയ്യാനാണ് പ്ലാൻ, കന്യാകുമാരി ടു ശ്രീലങ്ക. അപ്പം അത് ഏകദേശം എൻഡ് ഓഫ് ഏപ്രിൽ ഓർ ഫസ്റ്റ് വീക്ക് ഓഫ് മാർച്ച് ആ ഒരു സീസണിൽ ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ 2 തവണ ക്രോസ് കൺട്രിയാണ് പ്ലാൻ, കന്യാകുമാരി ടു ശ്രീലങ്ക. കണ്ണൂരിൽ കൈറ്റ് സർഫിംഗിന് പറ്റിയ ഏറ്റവും നല്ല അന്തരീക്ഷമാണെന്ന് തൂത്തുക്കുടിയിൽ നിന്നുള്ള പരിശീലകനായ ജ്യോതി ബസു പറഞ്ഞു. நல்ல விண்ட் இருக்குது, நிறைய நல்ல பீச்சஸ் நிறைய இருக்குது. வாட்டர் ஸ்போர்ட்ஸ் இன்ட்ரெஸ்ட் உள்ளவங்க யூஸ் பண்ணிக்கலாம். சர்ஃபிங், கைட் சர்ஃபிங், விண்ட் சர்ஃபிங். ஸோ நல்ல பிளேஸு, நல்லா யூஸ் பண்ணுங்கள். நைட் பீச், ப்ளூ பிளாக் பீச் நல்லா ക്ലീനാக இருக்குது. ഇംഗ്ലണ്ടുകാരനാണ് നിലവിൽ കണ്ണൂരിൽ പരിശീലനം നേടുന്നത്. മികച്ച പരിശീലനമാണ് ലഭിക്കുന്നതെന്ന് അദ്ദേഹവും പറഞ്ഞു. Amazing place to be and learn kite surfing. Come down. These guys are the best in the business. They know what they're doing. They'll teach you right. It's beautiful conditions out there. The nice wind is good for beginners. So come down. If you've not tried it before, these guys will help you get started. And I'd never tried it before, and I'm doing well. So it's all thanks to these guys. They're the best teachers here. വേവ് സർഫിംഗിലും പയ്യാമ്പലത്ത് പരിശീലനം നൽകുന്നുണ്ട്. ചാൽ ബീച്ച് കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും പരിശീലനം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.